ഹായ് ഹലോ റൈസ്. അപ്പോൾ വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ റൈസ്. അപ്പോൾ ഇതാണ് എൻ്റെ നിറ്റൂസ് വ്ളോഗാണ് റൈസ്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. ഇതെൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ട് എനിക്കൊരു നല്ല ഗ്രോത്ത് കൊടുക്കണം. സോ എനിക്കറിയില്ല, കുറേ എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ഞാനിപ്പോൾ ഈ വ്ളോഗ് ചെയ്തിട്ട് എന്നെ എത്ര പേര് ട്രോളും എനിക്കറിയില്ല. സോ ആക്ച്വലി എനിക്കൊരു വ്ളോഗിലൊരു ഒരു ഇഷ്ടം തോന്നി. സോ റൈസ്, നമ്മളിപ്പോൾ വ്ളോഗ് ചെയ്താൽ ഏത് രീതിയിലേക്ക് എത്തും അറിയില്ല. സോ റൈസ്, അപ്പോൾ എനിക്ക് ഇഷ്ടം തോന്നിയത് കൊണ്ട് ഞാനിപ്പോൾ വ്ളോഗ് ചെയ്യുന്നത്. ആക്ച്വലി എൻ്റെ അനിയനുണ്ട്, അവൻ അന്ന് തൊട്ട് ഇന്ന് വരെ പറഞ്ഞുകൊണ്ടിരുന്നതായിരുന്നു. സോ റൈസ്, ഒരു വ്ളോഗ് നമ്മുടെ തുടങ്ങാം, നമ്മുടെ ഫാമിലി ആയിട്ട് ഒരു തുടങ്ങിയിട്ട് നമുക്കൊരു ട്രാവൽ ചെയ്യാമെന്ന്. ട്രാവൽ മീൻസ് നമുക്ക് എവിടെ കുറേ ദൂര പ്ലേസിലൊക്കെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ക്യാപ്ചർ ചെയ്തിട്ട് നമ്മൾക്ക് വ്ളോഗിലൂടെ ഒരു എക്സ്പ്ലോർ ചെയ്യാമെന്നുണ്ടായി. അപ്പോൾ എനിക്കൊരു അത്ര ഒന്നും ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. അപ്പോൾ ആ മൈൻഡ് സെറ്റ് നോക്കുമ്പോൾ അപ്പോൾ എനിക്ക് ജോലിയിലേക്ക് ജോയിൻ ചെയ്തിട്ട് ഇപ്പോൾ ജോലിയിൽ തന്നെ ആയി. അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ ഇപ്പം എനിക്ക് ഇപ്പോഴത്തെ കണ്ടീഷൻ നോക്കുമ്പോൾ എനിക്കൊരു ജോബ് സെറ്റിൽഡാണ്. ഇപ്പോൾ എനിക്കൊരു പ്രശ്നമില്ല. പിന്നെ എനിക്ക് അതർ ടൈംസ് ഉണ്ടല്ലോ. ഇപ്പോൾ രാവിലത്തെ ടൈം എന്ന് പറയുമ്പോൾ 11:30 to 8 ആണ് അപ്പോൾ എൻ്റെ ഡ്യൂട്ടി ടൈമിങ്സ്. അപ്പോൾ എനിക്ക് മോർണിംഗ് ടൈമൊക്കെ എനിക്ക് ഫ്രീ ആണ്. അപ്പോൾ എനിക്ക് ചെയ്യാം, എനിക്ക് വ്ളോഗ്. അപ്പോൾ ഫ്രീ ടൈമിൽ എനിക്കൊരു മുമ്പോട്ടാണെങ്കിൽ എനിക്ക് മാംഗ്ലൂരിലേക്ക് വന്നിട്ട് ഞാനിപ്പോൾ മോർണിംഗ് ടൈമൊക്കെ സൊമാറ്റോ ഒക്കെ പോയിട്ടുണ്ടായി. അപ്പോൾ അത് പാർട്ട് ടൈം ജോബ് അല്ലേ, അപ്പം നമുക്കുള്ള യൂസ് ആവുന്ന ജോബ്സാണ് പാർട്ട് ടൈം. സോ ഞാൻ മുമ്പോട്ട് അതിലോട്ട് പോയിക്കൊണ്ടുണ്ടായി. അപ്പോൾ എനിക്കൊരു മൈൻഡ് അറിയണമെന്നുണ്ടായി. എനിക്ക് മുമ്പോട്ട് പോകുമ്പോൾ എനിക്കൊരു മീൻസ് PG റെൻറ്റ് കെട്ടാം അതൊക്കെ. അപ്പോൾ എനിക്ക് ഓക്കെ ഇതിലും പാർട്ട് ടൈം ഒക്കെ ചെയ്യാം, മീൻസ് വ്ളോഗ് ചെയ്തിട്ട് മുമ്പോട്ട് പോകണം. അതൊക്കെ എനിക്കൊരു ആഗ്രഹം വന്നതുകൊണ്ട് ഞാനിപ്പോൾ വ്ളോഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു ഹോപ്പുണ്ട് നിങ്ങളും എൻ്റെ കൂടെ ഉണ്ടാവും. എൻ്റെ ഏത് രീതിയിലുള്ള സങ്കടങ്ങളും എന്തുണ്ടെങ്കിലും ഞാനിപ്പോൾ ഈ വ്ളോഗിലൂടെ ഞാനിപ്പോൾ എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ചില ആൾക്കാർക്ക് എന്നെ പരിചയം ഉണ്ടാകും. എൻ്റെ പേര് നിതേഷാണ്. സോ നിതേഷ് പഞ്ച. അപ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് ഇവിടുത്തെ മാംഗ്ലൂരിൻ്റെ കുറേ ആൾക്കാർക്ക് അറിയാം. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ അനിയൻ അന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളിപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അതിൻ്റെ പേരാണ് ലുലു ട്രാവൽ വ്ളോഗ്. അപ്പോൾ എനിക്ക് അതിൽ ഒരു 2-3-4 വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസിൻ്റെ ഒരു ലിങ്ക് ഞാനിപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് ഇടാം. സോ നിങ്ങൾ അതിൽ കയറിയിട്ട് എല്ലാവരും ആ വീഡിയോസ് കാണണം. അപ്പോൾ ഞാനിപ്പോൾ മലയാളം ലാംഗ്വേജ് എന്തിനാണ് ചൂസ് ചെയ്തതെന്ന് വെച്ചാൽ എനിക്ക് മലയാളം ലാംഗ്വേജ് ഓക്കെയാണ്, ഇഷ്ടമാണ്, സംസാരിക്കാൻ കൂടുതലായിട്ട് എനിക്ക് അറിയാവുന്ന ലാംഗ്വേജാണ്. മീൻസ് അത്ര ഒന്നുമല്ല, എനിക്ക് ഒരു കോമൺ ആയിട്ട് അറിയാം നമുക്ക് ഏത് രീതിയിൽ സംസാരിക്കണം, ആൾക്കാരോട് അതൊക്കെ അറിയാം. പിന്നെ തുളു ഞാനിപ്പോൾ ഓൾറെഡി വീട്ടിൽ മിണ്ടുന്ന തുളുവാണ്. അപ്പോൾ ഫാമിലി എല്ലാവരും തുളുവാണ്. അപ്പോൾ അതിലൊരു റീസൺ ഉണ്ട്. ഞാനിപ്പോൾ തുളു ഓൾറെഡി ലുലു ട്രാവൽ വ്ളോഗിൽ ചെയ്യുന്നതാണ്. അപ്പോൾ എൻ്റെ അനിയൻ്റെ കൂടെ ഇപ്പോൾ തുളു ഉണ്ട്, അതിൽ മലയാളം ഉണ്ട്, കന്നഡ ഉണ്ട്. അപ്പോൾ എല്ലാ ലാംഗ്വേജസും മിക്സ്ഡപ്പ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന വ്ളോഗാണ് ലുലു ട്രാവൽ വ്ളോഗ്. അപ്പോൾ അതേ രീതിയിൽ എനിക്കൊരു മലയാളം സെപ്പറേറ്റ് ആയിട്ട് നമ്മളൊരു വീഡിയോസ് സെപ്പറേറ്റ് ചെയ്യണമെന്ന് ഒരു തോന്നി. അതുകൊണ്ട് ഞാനിപ്പോൾ സിംഗിളായിട്ട് ഞാനിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ആ ചെയ്യുന്ന വീഡിയോസിൻ്റെ ഒരു വ്ളോഗാണ് ഗൈസ്, നിറ്റൂസ് വ്ളോഗ്. അപ്പോൾ എൻ്റെ ഫേസ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്കൊരു ബ്ലാക്ക് ടൈപ്പായി കാണാം. പക്ഷെ എനിക്ക് ഇല്ലെങ്കിലും ഞാൻ ബ്ലാക്ക് തന്നെ, അപ്പോൾ അത്രയൊന്നും വെയിറ്റൊന്നും ഇല്ല. സോ ഗൈസ്, ഞാനിപ്പോൾ ഫേസ് ഒന്നും ശരിക്കും വാഷൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഞാനിപ്പോൾ എഴുന്നേറ്റ് ഡയറക്റ്റായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നതാണ്. സോ ആക്ച്വലി ഔട്ട് ഓഫ് കൺട്രിയിലേക്കൊക്കെ പോകണമെന്ന് കുറേ ആഗ്രഹമുണ്ട്. സോ ചെറുതായിട്ട് ഒരു ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്ന് പോകാത്ത ആയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ തന്നെ ഒരു മാംഗ്ലൂർ ലൈഫ് അടിച്ച് പൊളിക്കുവാണ്. ഞാൻ ഒരു മോർണിംഗ് ടൈമിൽ ഫ്രീ ടൈമിൽ നമുക്കൊക്കെ വ്ളോഗൊക്കെ ഇട്ടിട്ട് പോവാമെന്ന് വിചാരിച്ചു. എൻ്റെ ഡ്യൂട്ടി ടൈമിങ്സ് എന്ന് പറയുന്നത് 11:30 to 8 ആണ് ഗൈസ്. അപ്പോൾ ഒരു ഷിഫ്റ്റ് വൈസ് ആണ്. മോർണിംഗ് 9 to 5:30 ഉണ്ട്, അങ്ങനെ 11 to 7:30 ഉണ്ട്. അങ്ങനൊക്കെ ഷിഫ്റ്റ് വൈസ് ഡ്യൂട്ടി ഉണ്ട്. സോ അങ്ങനെ
11:30 to 8 എന്ന് പറയുമ്പോൾ അപ്പോൾ മോർണിംഗ് ടൈം 8 to 11:30 വരെ ഞാൻ ഫ്രീ ആണ്. അപ്പോൾ എനിക്ക് വ്ളോഗൊക്കെ ഇടാമെന്ന് ഞാൻ തീരുമാനിച്ചു. അപ്പോൾ വീക്കിലി പെർ 2 times or 3 times എന്തായാലും ഞാൻ ഇടും വ്ളോഗ്. ഇങ്ങനെ തന്നെ ഡെയിലി വ്ളോഗ്സ് ഒന്നും ഇല്ല, വീക്കിലി പെർ 2 times or 3 times അങ്ങനെ ഇടും. സോ മറ്റന്നാൾ സൺഡേ നമ്മളിപ്പോൾ കോണാജ് ടള്ളു എന്ന് പറയുന്ന ഒരു പ്ലേസിലേക്ക് നമ്മളെല്ലാവരും ഇവിടുന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. സോ അവിടെ നമുക്ക് പോകണം, അവിടുത്തെ വിശേഷങ്ങൾ എന്താണെന്ന് നമ്മൾ അറിയണം. മാംഗ്ലൂരിലേക്ക് വന്നിട്ട് ഇവിടുത്തെ മലയാളം ഇപ്പോൾ കുറേ ആൾക്കാരായി. ഇപ്പോൾ ഇവിടുത്തെ മാംഗ്ലൂർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ മലയാളികളുടെ ഒരു നാടായിട്ട് മാറിയിട്ടുണ്ട്. സോ എല്ലായിടത്തും പോകുമ്പോൾ മലയാളം മിണ്ടുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. സോ ഇവിടുത്തെ ഓരോരോ ഷോപ്പിൽ നമ്മളിപ്പോൾ പോയിട്ട് ഞാനിപ്പോൾ തുളു മിണ്ടുന്നത്. അപ്പോൾ എല്ലാവരോടും ഞാൻ പോയിട്ട് തുളു മിണ്ടുമ്പോൾ അവർ എന്നോട് തിരിച്ചു പറയുന്ന മലയാളമാണ്. അപ്പോൾ എനിക്കൊരു തോന്നും, അപ്പോൾ ഞാൻ ഓൾറെഡി കാസർഗോഡ് ആകുമ്പോൾ മലയാളമല്ലേ, സോ ഞാനും മലയാളം മിണ്ടും അവരുടെ അടുത്ത്. സോ ഇതെൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. എനിക്കറിയില്ല ഏത് രീതിയിൽ വ്ളോഗ് ചെയ്യണം, ഏത് രീതിയിൽ പറയണമെന്ന്. അപ്പോൾ സ്റ്റാർട്ടിങ് എല്ലാവർക്കും അങ്ങനെ തന്നെ, ഏത് ഫീൽഡിലും പോകുമ്പോൾ അറിയാത്ത ജോബ് സ്റ്റാർട്ട് ടൈം ചെയ്യുമ്പോൾ അവർക്ക് എങ്ങനെ ഉണ്ടാവും, സ്ലോ ഉണ്ടാവും, അവരുടെ ഗ്രോത്ത് സ്ലോ ഉണ്ടാവും, അവരുടെ ചെയ്യുന്ന കാര്യവും സ്ലോ ഉണ്ടാവും. പിന്നെ എക്സ്പീരിയൻസ് ആവുമ്പോഴല്ലേ എല്ലാം മനസ്സിലാവുന്നത്. സോ അതേമാതിരി ഇപ്പോൾ എൻ്റെ രീതിയിൽ അങ്ങനെ തന്നെ ഇപ്പോൾ വ്ളോഗ് സ്റ്റാർട്ട് ടൈം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയില്ല, ഏത് രീതിയിൽ ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ സ്റ്റാർട്ട് ടൈമിൽ നമ്മൾ ഒരു ഡൗൺ ആവും. പിന്നെ നമുക്ക് എല്ലാവരുടെ സപ്പോർട്ട് കിട്ടിയ ശേഷം നമ്മളൊരു ആപ്പിലേക്ക് വരും, ഒരു വിശ്വാസമുണ്ട്. സോ അതേമാതിരി നിങ്ങളും എനിക്ക് നിച്ചൂസ് വ്ളോഗ് ഡെയിലി കണ്ടിട്ട് യൂട്യൂബിലൂടെ എനിക്ക് കുറേ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാനിപ്പോൾ ഒരു റിക്വസ്റ്റാണ് ഗൈസ്. അപ്പോൾ എല്ലാവരും എൻ്റെ വ്ളോഗ് കാണണം. എൻ്റെ മാംഗ്ലൂർ ലൈഫ് ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. സോ ഇതെൻ്റെ 3rd PG ആണ്. അപ്പോൾ സ്റ്റാർട്ടത്തെ PG എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു മാംഗ്ലൂർ ലൈഫ് എന്ന് പറയുമ്പോൾ എനിക്കൊരു കുറേ ഇഷ്ടമായി. ഇവിടുന്ന് വന്ന ശേഷം ഞാൻ കുറേ ചേഞ്ചസ് ആയി. എൻ്റെ നാട്ടിലിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ തന്നെ ആഫ്റ്റർ എൻ്റെ കോഴ്സ് കഴിഞ്ഞിട്ട് ആക്ച്വലി എനിക്ക് ഒരു കോഴ്സ് ഫിസിയോതെറാപ്പി ഞാൻ ചെയ്യണമെന്ന് എനിക്കൊരു മെഡിക്കൽ ഫീൽഡിലേക്ക് പോയിട്ട് ഒരു MBBS ചെയ്യണമെന്നുണ്ടായി. സോ ആ സമയത്ത് എനിക്കൊരു ഫിനാൻഷ്യലി എനിക്കൊരു ട്രസ്റ്റുണ്ടായി, കുറേ ട്രസ്റ്റായി എനിക്ക്. ഇപ്പോൾ എൻ്റെ ഫാമിലി കുറേ പുവറാണ്. എനിക്കറിയാം എൻ്റെ ഫാമിലി ഏത് രീതിയിലുള്ളതെന്ന്. അപ്പോൾ എനിക്ക് അറിയില്ല ആ സമയത്ത് എനിക്ക് ഏത് പഠിക്കണം, ഒരു ലൈഫ് എങ്ങനെയായാലും ഒരു സെറ്റിൽ ആവണം. ഇപ്പോൾ എൻ്റെ നിന്നല്ല, അപ്പോൾ എല്ലാ ആണുങ്ങളുടെയും ഒരു ലൈഫ് സെറ്റിൽ ആവണം. അത്രയ്ക്ക് ഇപ്പോഴും കഷ്ടപ്പെടുന്ന ആൾക്കാർ കുറേ ഉണ്ട് ഗൈസ്. അപ്പോൾ അവർക്കൊക്കെ എത്രയും പെട്ടെന്ന് ഒരു നല്ല ജോബ് കിട്ടിയിട്ട് വിശേഷങ്ങൾ പറയുമ്പോൾ എൻ്റെ ലൈഫിൽ മുമ്പ് ഞാൻ കുറേ പഠിച്ചിട്ട് ജോബ് കിട്ടിയിട്ടില്ല. അങ്ങനെ ഞാനിപ്പോൾ ഒരു കോഴിക്കോട് എന്ന സ്ഥലത്ത് പോയിട്ട് അവിടെ ഒരു മെഡിക്കൽ കോളേജിലേക്ക് അഡ്മിഷൻ എടുത്തിട്ട് അവിടെ BPT പഠിക്കാൻ റെഡിയായി. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു ഹാഫ് ഇയർ ആയിക്കൊണ്ട് വരുമ്പോൾ അവിടുത്തെ റാഗിങ് തുടങ്ങി. ആൾക്കാരുടെ കുറേ പാട്ട് പാടണം, ഡാൻസ് ചെയ്യണം, അതൊക്കെ കുറേ റാഗിങ്. അപ്പോൾ എനിക്ക് കുറേ ഇറിറ്റേഷൻ ആയി ഗൈസ്. അപ്പോൾ എനിക്ക് പഠിക്കാൻ കുറേ ഇൻട്രസ്റ്റ് ഉണ്ട്. മെഡിക്കൽ ഫീൽഡ് എടുത്തിട്ട് ഒരു നല്ല ജോബ് എടുക്കണം. എൻ്റെ പ്രൗഡാണ് എൻ്റെ അച്ഛനും അമ്മയും. അപ്പോൾ അവർ എനിക്ക് കുറേ സപ്പോർട്ടായിരുന്നു, ഇപ്പോഴും സപ്പോർട്ടുണ്ട്, എല്ലാ കാര്യത്തിലും ഇപ്പോഴും സപ്പോർട്ടുണ്ട്. സോ അന്ന് ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായി, നിഷാദ്. ഇപ്പം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടാവേണ്ട ഒരു ഫ്രണ്ട്ഷിപ്പ്, നിഷാദ് എന്ന് പറയുന്ന ഒരു ഫ്രണ്ട്. അപ്പോൾ എനിക്ക് അവൻ സജസ്റ്റ് ചെയ്തതാണ് BPT പഠിക്കാം, നമുക്ക് കുറേ അത്ര വലിയ മാർക്സ് ഒന്നുമില്ല, എന്നാലും BPTന് അഡ്മിഷൻ കിട്ടുമെന്നൊരു ഷുവർ ഉണ്ടായി. അങ്ങനെ ഞങ്ങൾ പോയി ഗൈസ്, കാസർഗോഡ് നിന്ന് കാലിക്കറ്റ് വരെ പോയിട്ട് അവിടുത്തെ അഡ്മിഷനൊക്കെ എടുത്തിട്ട് നമ്മൾ സാറിനോട് ചോദിച്ചിട്ട് അഡ്മിഷൻ കിട്ടി ഗൈസ്. അപ്പോൾ നമ്മൾ അവിടെ പഠിച്ചിട്ട് ഒരു ഹാഫ് ആൻഡ് അവർ ആകുമ്പോൾ കുറേ റാഗിങ് അത് ഇതൊക്കെ ആയി. പിന്നെ എനിക്ക് അവിടുത്തെ സാറ് പോലും പേടിക്കുന്നുണ്ട് സ്റ്റുഡൻസിനെ. അപ്പോൾ എനിക്ക് പിന്നെ തോന്നി മാംഗ്ലൂരിലേക്ക് നിൽക്കാമെന്ന്. അപ്പോൾ സാറിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു മാംഗ്ലൂരിലേക്ക് എന്നെ ഷിഫ്റ്റ് ചെയ്യാമോ എന്ന്. അപ്പോൾ സാർ ചോദിച്ചു, ഇവിടുത്തെ മാംഗ്ലൂരിലത്തെ ഒരു ശ്രീദേവി കോളേജ് എന്ന് പറയുന്നത്, ഇപ്പോൾ എൻ്റെ അടുത്തന്നെ കോളേജ്.
അപ്പോൾ ഇവിടുത്തെ സാറിൻ്റെ അടുത്ത് ചോദിച്ചു ശ്രീദേവി കോളേജ് അഡ്മിഷൻ കിട്ടുമോയെന്ന്, ഇവിടെ അഡ്മിഷൻ കിട്ടുമോയെന്ന്. അപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്, അഡ്മിഷൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വന്ന ശേഷം ഇവിടുത്തെ സാറുമാർ കുറേ പറഞ്ഞു, അതായത് നിങ്ങൾ ഡൊണേഷൻ കെട്ടണം, പിന്നെ അങ്ങനെ ഇങ്ങനെ കുറേ പറഞ്ഞു. അപ്പോൾ നമ്മുടെ കയ്യിൽ ഡൊണേഷൻ കെട്ടാൻ ക്യാഷ് ഇല്ല, നമ്മൾ പാവപ്പെട്ട ആൾക്കാരല്ലല്ലോ. അപ്പോൾ എവിടെ നിന്ന് ക്യാഷ്? നമുക്ക് കോഴ്സ് അർജൻറ്റാണ്, കോഴ്സ് ചെയ്യാം, എവിടുന്ന് ഹാഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അതിൻ്റെ കണ്ടിന്യൂസ് ഇവിടെയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞു തന്നെ അവിടുത്തെ സാർ. അങ്ങനെ അത് കേട്ടിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നു മാംഗ്ലൂരിലേക്ക്. എല്ലാം എടുത്തുകൊണ്ട് മാംഗ്ലൂരിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ സാർ പറയുന്ന ഡൊണേഷൻ ചെയ്യണം. അപ്പോൾ എനിക്ക് എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ല എന്ന് പറഞ്ഞു. ക്യാഷ് എവിടെ നിന്ന്? നമുക്കിപ്പോൾ ഒറിജിനൽ ഡോക്യുമെൻ്റ് ഇടാണെങ്കിൽ നമുക്ക് ഡോക്യുമെൻറ്റ്സ് ഒക്കെ റെഡി ഇല്ല. നമ്മളിട്ട് എന്തായാലും നമ്മൾ പഠിച്ചിട്ട് ഒരു മുമ്പോട്ട് വരണം. എനിക്കൊരു ആഗ്രഹം കുറേ ഉണ്ടായി, നല്ലൊരു കോഴ്സ് പഠിക്കണം. അപ്പോൾ എനിക്ക് നല്ലൊരു കോഴ്സ് പഠിക്കാൻ ആയിട്ടില്ല അന്ന്. അങ്ങനെ ഡൊണേഷൻ കൊടുക്കാനും ക്യാഷ് ഇല്ലായിരുന്നു. പിന്നെ ആ സീറ്റ് വേറെ ആൾക്കാർക്ക് പോയി റൈസ്. അങ്ങനെ പിന്നെ ഞാൻ ഇങ്ങനെ തന്നെ ഒരു മാസം വീട്ടിലുണ്ടായി. ഇങ്ങനെ തന്നെ മീൻസ് ചെറിയ കിട്ടുന്ന പണിക്കൊക്കെ പോയിക്കൊണ്ടുണ്ടായി, കൂലി ജോബ്സൊക്കെ. അങ്ങനെ പോയിക്കൊണ്ട് കുറേ കൂലി പണിയൊക്കെ ചെയ്തിട്ട് ഞാൻ വീട്ടിലുണ്ടായി. പിന്നെ കല്ലിൻ്റെ പണിയോ കുറേ പണിയോ. അപ്പം എനിക്കൊരു ജോബ് ചെയ്യുന്നതിലൊരു കാര്യമില്ല, അതിലൊരു കിട്ടുന്ന തൃപ്തി ഉണ്ടല്ലോ, നമുക്കൊരു അത്ര ഉണ്ടായാൽ മതി. ജോബ് എന്തായാലും പ്രശ്നമില്ല, നമുക്ക് ചെയ്യാം, അത് നമുക്ക് വേണ്ടി ചെയ്യണം, അതിലൊരു ക്ഷേമവുമില്ല. നമുക്ക് ജോബ് ചെയ്തിട്ട് നമുക്ക് എന്തായാലും കിട്ടുന്നുണ്ടല്ലോ, അത്ര മതി. അതുകൊണ്ട് ഞാൻ മുമ്പൊക്കെ ഈ ജോബ് കൂലിപ്പണിയൊക്കെ ചെയ്തിട്ടുണ്ടായി. അപ്പോൾ നല്ല സാലറി ഉണ്ടായി കൂലിപ്പണിക്കൊക്കെ. അതുകൊണ്ടാണ് ഡൈസ് ഇപ്പോൾ കൂലിപ്പണിക്കൊക്കെ പോയിട്ട് ഇത്രയും ജിമ്മൊക്കെ വന്നിട്ട് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നുണ്ട്. സോ ഡൈസ് അപ്പോൾ എനിക്ക് അതിലൊരു വളരെ പ്രൗഡുണ്ട് അതിലൊക്കെ. അങ്ങനെ കൂലിപ്പണിക്ക് പോയി വീട്ടിൽ ഒക്കെ ഉണ്ടായി. സോ അങ്ങനെ ഞാൻ കാസർഗോഡ് ടൗണിൽ പോകുമ്പോൾ എനിക്കൊരു ബോർഡറുണ്ട്, DMLT എന്ന് പറയുന്ന ഒരു ബോർഡറുണ്ട്. സോ അത് ഡിപ്ലോമ കോഴ്സാണ്. പിന്നെ അവിടുത്തെ അതിലൊരു നമ്പർ ഉണ്ടായി, അതിലേക്ക് ഫോം വിളിച്ചു. അപ്പോൾ നവഭാരത് സയൻസ് കോളേജാണ് ഡേയ്സ്. അപ്പോൾ അവിടുത്തെ സാർക്ക് ഞാൻ ഫോൺ ചെയ്തിട്ട് വിളിച്ചപ്പോൾ അഡ്മിഷൻ എടുക്കാം. അപ്പോൾ മോർണിംഗ് ടു നൂണാണ് അവിടുത്തെ ക്ലാസ് ടൈമിങ്സ്. അപ്പോൾ മോർണിംഗ് ടു നൂണ് 2 വർഷം പഠിച്ചിട്ട് ഇറങ്ങിയിട്ട് പിന്നെ ഒരു 6 മാസം പ്രൈം ലൈഫ് എന്ന ഒരു ഹോസ്പിറ്റലിൽ ഞാനിപ്പോൾ ട്രെയിനിങ് ആക്കി. അവിടെ പിന്നെ ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് കിട്ടി. പിന്നെ അവിടുന്ന് ഡയറക്റ്റായിട്ട് മാംഗ്ലൂരിലൊരു ഇൻ്റർവ്യൂ ഉണ്ടായി. ഞാൻ പറഞ്ഞില്ല, ഞാനിപ്പോൾ കറണ്ട് സ്റ്റേ ആവുന്ന ഡ്യൂട്ടിക്ക് ചെയ്യുന്ന അവിടെ തന്നെ. അപ്പോൾ ഇവിടെ മാംഗ്ലൂരിൽ ഇൻ്റർവ്യൂ ഉണ്ടായി. അപ്പോൾ ഇൻ്റർവ്യൂവിൽ നിന്ന് ഞാൻ വരുമ്പോൾ കുറേ ടെൻഷൻ ഉണ്ടായി. ഈ ജോബ് അതിന് മുമ്പ് എനിക്കൊരു ഉപ്പള ഡോക്ടേഴ്സ് ലാബിൽ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായി. സോ അവിടെയൊക്കെ പോയിട്ട് ഞാൻ കുറേ കൊടുത്തു, എൻ്റെ ബയോഡാറ്റ ഒക്കെ കൊടുത്തിട്ട് കുറേ ഞാൻ ട്രൈ ചെയ്തു. പക്ഷെ അവിടെ ഒന്നും കിട്ടിയില്ല. ഉപ്പളത്തൊട്ട് കിട്ടി, ട്രെയിനിങ് റൂട്ട് ആക്കിയിട്ട് ഞാനും പിന്നെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് അഖിലുണ്ടായി. നമ്മളിപ്പോൾ പോയിട്ട് ട്രെയിനിങ് റൂട്ട് ആക്കി ചെയ്തിട്ട് വന്നു. പക്ഷേ ട്രെയിനിങ് റൂട്ട് ആക്കിയ ശേഷം പിന്നെ നമുക്ക് അവിടെ തന്നെ ജോബ് കിട്ടണമല്ലോ. പിന്നെ അവിടെ ജോബ് കിട്ടിയില്ല. നമ്മൾ പിന്നെ വേറെ സ്ഥലത്ത് ഇൻ്റർവ്യൂ ട്രൈ ചെയ്തു. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് ഹർഷിത എന്ന് പറയുന്ന ഒരു ചേച്ചിയുണ്ട്. അപ്പോൾ ആ ചേച്ചി സജസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടെ ഞാൻ ഇൻ്റർവ്യൂവിലേക്ക് വന്നു മാംഗ്ലൂരിലേക്ക്. ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ എനിക്കൊരു പേടിയായി, ഇവർ എന്നെ ജോബിലേക്ക് എടുക്കില്ല എന്നൊരു ഇതുണ്ട്. മീൻസ് ഒരു പേടി സാധാരണയായിട്ടുള്ളതന്നെ പേടി. നമ്മൾ ഡയറക്റ്റായിട്ട് ഇൻ്റർവ്യൂ ചെയ്തു, പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഡയറക്റ്റായിട്ട് എടുത്തു, ജോബിലേക്ക് തന്നെ എടുത്തു ഡയറക്റ്റായിട്ട്. അപ്പോൾ എനിക്കൊരു കുറേ സന്തോഷമായി. അപ്പോൾ ഇവിടെ ഒരു ജോബ് കിട്ടി. അപ്പോൾ എനിക്ക് സ്റ്റാർട്ടത്തെ സാലറി എന്ന് പറയുമ്പോൾ ഒരു 13,000 ആ സാലറിയാണ്. അപ്പോൾ ഞാൻ ഇതുവരെ എക്സ്പെക്റ്റ് ആക്കിയിട്ടില്ല. ഒരു നല്ല കമ്പനിയാണ് സോഡൈസ്. ഇപ്പോൾ എൻ്റെ ഒരു ഡോക്ടർ ലാൽപത്ത് ലാബ് ഇവിടെ എനിക്കൊരു ജോബ് കിട്ടി. ഞാൻ കുറേ ഹാപ്പിയായി അന്ന്. അങ്ങനെ ഇയർലി ഇൻക്രിമെൻ്റ് ആയി, കുറേ ആയി. ഇപ്പോൾ ഒരു നല്ല സാലറി ഉണ്ടെന്ന് പറയാം. അങ്ങനെ ഞാനിപ്പോൾ ഇവിടേക്ക് വന്നിട്ട് ഒരു സെറ്റിൽഡ് ആയിട്ടുണ്ട്. മാംഗ്ലൂർ ലൈഫ് ഇപ്പോൾ ഒരു 3.5 ആയി ഡേയ്സ് ഉണ്ട്. അങ്ങനെ അവിടുത്തെ സാർ പറഞ്ഞു, നിങ്ങൾക്ക് ഡെയിലി അപ്പ് ആൻഡ് ഡൗൺ ആവാൻ പറ്റില്ല, ഇവിടെ ഒരു PGയിൽ തന്നെ സ്റ്റേ ആവൂ അങ്ങനെ പറഞ്ഞു. അപ്പോൾ ആ
ആ ദിവസം തന്നെ ഞാനിപ്പോൾ ഒരു പി ജി നോക്കി. ഇവിടുത്തെ ഒരു ശ്രീദേവി ട്രിപ്പ എന്ന് പറയുന്ന ഒരു പി ജി ഉണ്ടായി. സോ അവിടുത്തെ ഒരു പി ജി ഞാൻ ചോദിച്ചു. അപ്പോൾ നെക്സ്റ്റ് ഡേ തന്നെ അവിടെ ഞാൻ ജോയിൻ ആയി ആ പി ജിയിലേക്ക് ജോയിൻ ആകുമ്പോൾ എനിക്ക് ഒരു എന്തോ അറിയില്ല, ഇപ്പോഴും അവിടുത്തെ ഒരു സ്പെഷ്യൽ എനിക്ക് മാറിയിട്ടില്ല. ആ പ്ലേസിലേക്ക് പോകുമ്പോൾ പണ്ടത്തെ ഓർമ്മകൾ, കുറേ ഫ്രണ്ട്ഷിപ്പ്, അത് ഇതൊക്കെ നല്ല ഓർമ്മകളാണ്. ആ റോഡിൽ പോകുമ്പോൾ നല്ലൊരു ഓർമ്മകളാണ് ഇപ്പോഴും കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു നല്ലൊരു പി ജി എന്ന് പറയുമ്പോൾ എനിക്ക് അത് തന്നെയാണ് ശ്രീദേവി ട്രിപ്പ് പി ജി. അവിടുത്തെ ഒരു അമ്മ ഉണ്ടായി. ആ അമ്മ ആട്ടുന്ന ഫുഡ് എന്ന് പറയുമ്പോൾ ഒരു സൂപ്പറാണ്. എനിക്ക് വീട്ടിൽ ചെയ്യുന്നില്ല, സോ അതേമാതിരത്തെ ഒരു ഫുഡാണ്. സോ എനിക്ക് കുറേ ഇഷ്ടമായി ആ അമ്മയെ. ഒരു സ്വന്തം മക്കളെ പോലെ കാണുന്ന ഒരു പി ജിയിലുള്ള അമ്മയാണ് അത്. അപ്പോൾ ഇപ്പോഴും എനിക്ക് അതൊരു കുറേ മിസ്സിംഗ് ആണ്. അവിടുത്തെ ഒരു ഫുഡ് ആവട്ടെ, അവരുടെ ഒരു ബിഹേവിയർ എല്ലാം എനിക്കൊരു മിസ്സിംഗ് ആണ്. എനിക്ക് ഒരു ദിവസം പോകണം അങ്ങോട്ട്. അപ്പോൾ മിനിഞ്ഞാന്ന് ഒരു അമ്പലത്തിൽ കിട്ടിയിട്ടുണ്ടായി ആ അമ്മ. അപ്പോൾ ഞാൻ കുറേ മിണ്ടി അങ്ങനെ ചോദിച്ചു, എന്താ വരാത്ത അണ്ണായിട്ട് ചോദിച്ചു. ഇല്ല വരാന്ന് പറഞ്ഞുകൊണ്ടുണ്ടായി ഗൈസ് അങ്ങനെ. അപ്പോൾ ആ പേജിലുണ്ടാകുമ്പോൾ എനിക്ക് തോന്നി കുറേ റെൻറ്റ് കൂടുതലായി. അപ്പോൾ എനിക്ക് കുറേ കഷ്ടമായി കുറച്ചോ. അപ്പോൾ എനിക്ക് തോന്നി നമ്മൾ ഒരു 3 ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഡിസൈഡ് ചെയ്തു ഗൈസ്, ഞങ്ങൾ ഇനി വേറെ തന്നെ ഒരു പി ജി നോക്കാമെന്ന്. അപ്പോൾ എൻ്റെ വേറെ ഒരു ചെന്നൈ മീൻസ് ഫ്രണ്ട് പറഞ്ഞു, എൻ്റെ ചില മലയാളം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. മീൻസ് മുസ്ലിംസ് ലാംഗ്വേജ് ഉണ്ടല്ലോ കാസർഗോഡിൽ. അപ്പോൾ ഞാനിപ്പോൾ അവരുടെ ലാംഗ്വേജസ് യൂസ് ആയിട്ട് കുറേ മോസ്റ്റ്ലി എനിക്ക് മലയാളം മിക്സ്ഡാണ് ഞാനിപ്പോൾ വേണ്ടത്, മുസ്ലിംസിൻ്റെയും പിന്നെ ഒരു ശുദ്ധ മലയാളവും. അപ്പോൾ അത് മിക്സ് ആയതുകൊണ്ട് ചില വാക്കുകളൊന്നും മനസ്സിലാവില്ല. കാസർഗോഡത്തെ ഒരു മലയാളം എന്ന് പറയുമ്പോൾ അത് ഡിഫറെൻ്റാണ്. എനിക്കൊരു എന്തോ ഇഷ്ടമാണ്. സോ അങ്ങനെ എനിക്ക് ആ പി ജിയിൽ വേണ്ട, നമ്മൾ വേറെ പി ജി നോക്കാമെന്ന് നമ്മൾ 3 പേര് ഒരു ഡിസൈഡ് ആക്കി ഗൈസ്. അങ്ങനെ വേറെ ഒരു ആളുടെ ഒരു സജഷനിൽ നമ്മളൊരു പോയി വേറെ റൂമിലേക്ക്. അങ്ങനെ ആ റൂമിൽ എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ ഫുഡ് ആക്കണം, നമ്മൾ തന്നെ എല്ലാം റെഡി ആക്കണം, എല്ലാം ഉണ്ടായി. അപ്പോൾ മന്ത്ലി ഒരു 2000 കൊടുത്താൽ മതി, നമ്മൾ തന്നെ ഫുഡ്. റൂമൊട്ട് സൂപ്പർബായിരുന്നു, റൂമൊട്ട് അടിപൊളിയായി. അങ്ങനെ ഒരാഴ്ച 2 ആഴ്ച നോക്കി ട്രൈ ചെയ്തു ആ റൂമിൽ നിൽക്കാൻ. പിന്നെ ഫുഡ് ആക്കാൻ കുറേ കഷ്ടപ്പെട്ടു ഞങ്ങൾ 3 പേരും. പിന്നെ രാവിലെ എണീച്ചിട്ട് ഫുഡ് ആക്കാൻ, പിന്നെ വേറെ ഒരു ചേച്ചിൻ്റെ അടുത്ത് നമ്മൾ പോയി ചായ കുടിക്കുന്ന ഡെയിലി, അതിട്ട് കുറേ കഷ്ടമായി. പിന്നെ നൈറ്റ് റൈസ് ഉണ്ടാക്കും കുക്കറിൽ, ഗ്യാസിൽ റൈസ് ഉണ്ടാക്കിയിട്ട് അതിൽ സാമ്പാർ വേണമല്ലോ. അപ്പോൾ നൈറ്റ് നമ്മൾ സാമ്പാർ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹോട്ടലിലേക്ക് പോകും. ഹോട്ടലിലേക്ക് പോകുമ്പോൾ നമുക്ക് അവിടെ ഒരു പി ജി കണ്ടു. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സ് മീൻസ് പേര് പറയാം. എൻ്റെ ഫ്രണ്ട് മീൻസ് എനിക്കവർ കുറേ ഇഷ്ടമായിരുന്നു. എനിക്ക് എൻ്റെ ബെസ്റ്റ് എന്ന് പറയാം. ഇവിടുത്തെ മാംഗ്ലൂരിലേക്ക് വന്ന ശേഷം ഞാൻ ആദ്യം പരിചയപ്പെട്ടത് എൻ്റെ നിഖിൽ കുട്ടനെയാണ്, വാവച്ചി. ഒരു ക്യൂട്ടായിട്ട് വാവച്ചി എന്ന് പറയാം, അവൻ്റെ വീട്ടിൽ വിളിക്കുന്ന വാവയെന്ന്. അപ്പോൾ എനിക്കൊരു ബോണ്ടിങ് എന്ന് പറയുമ്പോൾ ഒരു നല്ല ബോണ്ടിങ് ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഒരു നല്ല ഫ്രണ്ടായിട്ട് കിട്ടി. ഫസ്റ്റ് പി ജി ദേവി ട്രിപ്പ പി ജിയിൽ വാവാച്ചി നിഖിൽ നിന്ന്. അപ്പോൾ അവന് പഠിക്കുമായിരുന്നു. പിന്നെ എനിക്ക് സെക്കൻഡ് വൺ കിട്ടിയത് സോമോ ആണ്. എനിക്ക് കുറേ ആയി. അപ്പോൾ ഈ ഒരു 2 ഫ്രണ്ട്ഷിപ്പ്, പിന്നെ ഒരാളുണ്ട് അബി എന്ന് പറയുന്ന ഒരു നല്ല ഫ്രണ്ട്ഷിപ്പായിരുന്നു. സോ ഗൈസ്, അപ്പോൾ അങ്ങനെ നമ്മൾ വേറെ തന്നെ നിൽക്കാൻ തീരുമാനിച്ചിട്ട് ഞങ്ങൾക്ക് ആ 2ാമത്തെ റൂമിൽ കുറേ കഷ്ടപ്പെട്ടു ഞങ്ങൾ നിൽക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ആ ഹോട്ടലിൽ നമ്മൾ സാമ്പാറൊക്കെ എടുക്കാൻ വരുമ്പോൾ അവിടെ ഒരു പി ജി കണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ പി ജിയിലേക്ക് നമ്മൾ വിളിച്ചിട്ട് ഞങ്ങൾ വരണോ ആണെന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ വന്നു. അപ്പോൾ അത് 3ാമത്തെ പി ജി ആയി ഗൈസ്. അപ്പോൾ ഷലോം പി ജി എന്ന് പറയാം. അപ്പോൾ അവിടുത്തെ 3ാമത്തെ പി ജിയിൽ നമ്മൾ നിന്നു. അവിടുത്തെ റെൻറ്റ് കുറച്ച് കുറവായിട്ടുണ്ട്. അപ്പോൾ 3 ടൈംസ് ഫുഡാണ്, കുറവായിട്ടുണ്ട് റെൻറ്റ്. നമുക്ക് ആ പി ജി ഓക്കെ ആയി, മാക്സിമം ഓക്കെ ആയി. നമ്മളിപ്പോൾ 3 പേർ അവിടുത്തെ നിന്നു, 3 ഫ്രണ്ട്ഷിപ്പ് അവിടെ നിന്നിട്ട് ജോലിയിലൊക്കെ പോയി പോകുന്നുണ്ടായി. അപ്പോൾ
ആ സമയത്ത് എൻ്റെ ഫ്രണ്ടിന് കോളേജ് മിസ്സായി. അവൻ്റെ കോളേജിൽ നിന്ന് എന്തോ ഒരു ഇഷ്യൂ ആയിട്ട് അവൻ പിന്നെ BA പഠിച്ചുകൊണ്ടേ BA അത് ക്യാൻസലായിട്ട് പിന്നെ അവൻ സൊമാറ്റോ ആക്കി പോകുന്നുണ്ടായി. അപ്പോൾ ഞാനും ആ സമയത്ത് ഷലോം PGയിലേക്ക് വന്ന ശേഷം ഞാനും സൊമാറ്റോ ആക്കാൻ തുടങ്ങി അവൻ്റെ കൂടെയും. പിന്നെ പാർട്ട് ടൈം ആയിട്ട് മോർണിംഗ് ടൈം ഞാൻ ചെയ്തുകൊണ്ടായി. പിന്നെ പ്ലസ് ആഫ്റ്റർ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞാൻ ഈ സൊമാറ്റോ ചെയ്തുകൊണ്ടായി. പിന്നെ അവൻ പറഞ്ഞു എനിക്ക് കുറേ കഷ്ടമാവുന്നുണ്ട്, എനിക്ക് ആവുന്നില്ല സൊമാറ്റോ തന്നെ, പിന്നെ വേറെ ജോബൊക്കെ കിട്ടുന്നില്ല ഇവിടെ എന്നുവെച്ചാൽ അവൻ ബാംഗ്ലൂർ പോവാന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ബാംഗ്ലൂർ പോവാന്ന് പറഞ്ഞു. സോ ഗൈസ്, അപ്പോൾ എനിക്ക് അവിടുത്തെ ഒരു മീൻസ് ഡിപ്പെൻഡ് ആയിട്ടല്ല, എനിക്ക് എന്തോ മാതിരിയായി. പിന്നെ എനിക്ക് അവൻ ബാംഗ്ലൂരിലേക്ക് പോയി. പിന്നെ ഞാനും പിന്നെ നിഖിൽ വാവച്ചു പിന്നെ രണ്ടാളുണ്ട്. പിന്നെ അവിടേക്ക് പിന്നെ അപ്പു വന്നു, അപ്പു സുജിത്ത്. നമ്മുടെ ഒരു ഫ്രണ്ട്സിൻ്റെ ഒരു കഥയാണ് പറയുന്നത്, എനിക്ക് അറിയില്ല. സോ ഇതൊക്കെ എൻ്റെ ലൈഫിൽ നടന്ന ഒരു മൊമെൻറ്റ്സ് ആണ്. അപ്പോൾ എനിക്ക് ഇതൊക്കെ ഒരു പ്രീഷ്യസ് ആണ് എൻ്റെ മൊമെൻറ്റ്സ് ഇതൊക്കെ എനിക്ക്. സോ ഗൈസ് 10:30 മണിയായി ഗൈസ്. സോ എനിക്ക് ടൈം പോയതേ അറിഞ്ഞില്ല. എനിക്ക് 11:13 അല്ലേ, എനിക്ക് കുളിച്ചിട്ട് ഒക്കെ റെഡി ആയിട്ട് വരണം. സോ അപ്പോൾ ഞാനിപ്പോൾ ഈ റൂമിലല്ലേ ഉള്ളത്. അപ്പോൾ എനിക്ക് ഇവിടുത്തെ ഒരു ഫ്രണ്ട്സ് എല്ലാവരും ഒരു പ്ലാൻ ചെയ്തു. നമ്മൾ ഇവിടുന്ന് വന്ന ശേഷം ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് വന്ന ശേഷം കുറേ പ്ലാൻസ് മീൻസ് എല്ലായിടത്തും വിസിറ്റ് ചെയ്തു ഇവിടുത്തെ പ്ലേസസ് ഒക്കെ. നോട്ട് ഗൈസ്, റൂം പൂട്ടണില്ല, ആൾക്കാരുണ്ട്. ഇത് PG അല്ലേ, എൻ്റെ സ്വന്തം റൂമൊന്നുമില്ല, PG അല്ലേ. സോ ഞാൻ പോയിക്കൊണ്ടിരിക്കുക. ഇത് എൻ്റെ അടുത്തുള്ള ഒരു അമ്പലമാണ്, ചാമുണ്ടേശ്വരി ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എവിടെ ഞാൻ പോവും, മോർണിംഗ് എണിച്ചിട്ട് പോയിട്ട് അവിടെ തൊഴുതിട്ടൊക്കെ വരും. സോ ഇപ്പോൾ എൻ്റെ വണ്ടി ഇവിടെ ഉണ്ട്, നോക്കൂ ഗൈസ്, റെഡാണ് എൻ്റെ വണ്ടി. അപ്പോൾ ഗൈസ്, ഞാനിപ്പോൾ ദുർഗാംബ എന്ന സ്ഥലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. സോ ഗൈസ്, കാണുന്നുണ്ടോ? ഇതാണ് ദുർഗാംബ എന്ന പറയുന്ന ഒരു ഷോപ്പ്. ഇവിടെ കുറേ പ്രൊഡക്ട്സ് ഉണ്ട്. നമുക്കിപ്പോൾ അവിടുന്ന് ഒരു പ്രൊഡക്ട്സ് ഒക്കെ എടുക്കാൻ പോവുക. നമ്മുടെ ലാബിന് ഒരു ആവശ്യമായ പ്രൊഡക്റ്റ് ഇവിടെ ഉണ്ട്, എടുക്കാൻ പോവുക. അരുണ റൈസ് ഒരു പ്രൊഡക്റ്റ് എടുത്തിട്ടുണ്ട്. സോ ഇത് എടുത്തുകൊണ്ട് ഞാൻ ലാബിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. സോ വണ്ടികൾ കുറേ ഉണ്ട് ഇവിടെ. PVS സർക്കിളിൻ്റെ കുറച്ച് ഇപ്പുറത്തേ ഉള്ളൂ. വണ്ടികൾ കുറേ ഉണ്ട് ഇവിടെ. ഇതാണ് എൻ്റെ വണ്ടി. ഇത് നമുക്ക് ലാബിന് ആവശ്യമായ ഓരോരോ പ്രൊഡക്റ്റ് ഇവിടുന്നാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. സോ ഇവിടുന്ന് പൈസ കൊടുത്തിട്ട് 120 ആയി, പൈസ കൊടുത്തിട്ട് മേടിക്കണം. അപ്പോൾ ഓരോരോ സമയത്ത് നമുക്ക് ലാബിന് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ വരും ദുർഗാംബ. പിന്നെ നമുക്ക് ഔട്ട്സോഴ്സ് സാമ്പിൾസ് ഒക്കെ ഉണ്ടല്ലോ, ഡൽഹി പിന്നെ ബാംഗ്ലൂരിലൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന സാമ്പിൾസ് ടെസ്റ്റൊക്കെ ഇവിടെ കൊടുക്കും. നമുക്ക് ബോക്സ് ആക്കിയിട്ട് ഇവർ ട്രാൻസ്പോർട്ട് ചെയ്യും ഡൽഹിക്കും പിന്നെ ബാംഗ്ലൂരിലേക്കും. അതാണ് ഈ ദുർഗാംബ പറയുന്ന പ്ലേസ്, ഈ ഒരു ഷോപ്പ്. ഇവർ പിന്നെ ഇവിടുന്ന് ബാംഗ്ലൂർ പിന്നെ ഡൽഹിക്ക് അയക്കും. പിന്നെ നമുക്കത് ടെസ്റ്റ് ആയിട്ട് റിപ്പോർട്ടായിട്ട് അവർക്ക് കൊടുക്കും. ഇവരല്ല, അവിടുത്തെ ലാബിൻ്റെ ആൾക്കാർക്ക് കൊടുക്കും. സോ ഗൈസ്, ഞാനിപ്പോൾ ലാബിലേക്ക് പോവാം. അന്നാണ് ഗൈസ്, ഞാനിപ്പോൾ ലാബിൻ്റെ പാർക്കിംഗ് സ്ഥലത്തിലേക്ക് വന്നിട്ടുണ്ട്. സോ എൻ്റെ വണ്ടി വെക്കുന്ന ഇവിടെ തന്നെയാണ്. അപ്പോൾ കുറേ വെയിൽ കാരണം നമ്മൾ കുറേ ക്ഷീണമൊന്നുണ്ട്. അപ്പോൾ ഞാൻ ലിഫ്റ്റിൽ പോവുക. എൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് എൻ്റെ ഓഫീസ് ഇരിക്കുന്നത്. സോ പാർക്കിംഗ് 1ലേക്ക് ഇപ്പോൾ ലിഫ്റ്റ് വരുന്നുണ്ട് ഗൈസ്. എൻ്റെ കയ്യിൽ ബോക്സും ഉണ്ട്, ആരില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്പർ 1. ഞാൻ ബോക്സ് പിടിച്ചോണ്ട് ഇപ്പോൾ നിൽക്കുക റൈസ്. എന്നാണ് എൻ്റെ ഓഫീസ് എത്തി റൈസ്. ഡോക്ടർ ലാൽപാത്ത് ലാബ്സ് എന്ന് പറയുന്ന ഒരു ഓഫീസാണ് എൻ്റെ. സോ ഞാനിപ്പോൾ എത്തിയതേ ഉള്ളൂ. സോ ഓപ്പൺ ആക്കുന്നുണ്ട്.
അപ്പോൾ ഗൈസ് ഇവിടെയും ഒരു വണ്ടി നിപ്പിച്ചിട്ടുണ്ട്. ആർതാന്നറിയില്ല, എൻ്റെ കാസർഗോഡത്തെ വണ്ടിയാണ്. പക്ഷേ നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഫുഡ് കഴിക്കാൻ പോയിക്കൊണ്ടിരിക്കുക. എന്നിട്ട് ഗൈസ് പുറത്ത് നല്ല വെയിലുണ്ട്, ഒരു രക്ഷയില്ല. നമുക്ക് എൻ്റെ റൂം അപ്പുറത്ത് തന്നെ ഉള്ളത്, അതിൻ്റെ ഇപ്പുറത്തൊരു റൂമുണ്ട്, അവിടെയാണ് ഫുഡ് റിസർവ് ചെയ്യുന്നത്. ഇവിടെ ഇത് നോക്കൂ ഗൈസ്, ഇത് അച്ചാർ. ഇവിടുത്തെ അത്രയും വലിയ സ്പെഷ്യലൊന്നുമല്ല, ചെറുതായിട്ട്. പിന്നെ ഉച്ചയ്ക്കല്ല, നൈറ്റ് കുറേ സ്പെഷ്യൽസ് ഉണ്ട്. അതായത് ഫുഡൊക്കെ ഓക്കെയാണ്. ശലോം പീച്ചിലേക്ക് വരുന്ന ഓക്കെ. ഇതേയാ പുളിയോട്ടന്നെ. ഇന്ന് ബീട്രൂട്ടാണ് സ്പെഷ്യൽ. കാരണം പീച്ചിത്തെ ഫുഡാണ് ഇത് ഗൈസ്. നോക്കൂ, പുറത്ത് ഫുള്ള് വെയിലാണ്. ഫുള്ള് വെയിലെന്ന് പറഞ്ഞാൽ നമ്മുടെ എന്നുണ്ടാന്നറിയോ വെയിലൊക്കെ. ഹായ് ഗൈസ്, ഇത് നോക്കൂ ഗൈസ്, ഇവിടെ എൻ്റെ ഫ്രണ്ട് വരുന്നുണ്ട്. നോക്ക്, ഇതാണ് മിസ്റ്റർ ആകാശ്. ഹായ് പറയരാ. ഹായ് ഹായ്. നോ നോ നോ, ഹി ഈസ് ബാഡ് ആൻഡ് ആകാശ് ഈസ് ബാഡ് ആൻഡ് ഹി ഈസ് ടെല്ലിങ് സംതിങ്. വ്ളോഗ്, കുട്ടി വ്ളോഗ്. അപ്പോൾ ഞാൻ കുട്ടി വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മുതലാണ്. സോ കുറേ വീഡിയോസായി ഇന്ന് എടുത്തത്. അപ്പോൾ ഷോർട്ടായിട്ട് സ്റ്റാർട്ടിങ് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ എന്ന് വിചാരിച്ചു, പക്ഷെ ഇത് ഫുള്ള് ഒരു 30 മിനിറ്റ്സിൻ്റെ വീഡിയോ ആയി എന്ന് തോന്നുന്നുണ്ട്. സോ guys, you want Shalom Pijika Vanas? It's so delicious. You don't have to miss it. ഓക്കെ, അവൻ പറയുന്നത് എന്തറിയോ, ഷലോം പേജിൻ്റെ ചോറ് നിങ്ങൾക്ക് വേണോ, അതൊന്നും മിസ്സാക്കണ്ട, നല്ല ചോറാണ്. You don't get this tasty food wherever you go, whenever you go, wherever you go, you don't get this tasty food. എക്സാക്ട്ലി, അത് കറക്റ്റാണ്. നമുക്ക് ഓൾറെഡി അത് മനസ്സിലായതാണ്. അവൻ പറയുന്നത് നിങ്ങൾ എങ്ങോട്ട് പോയാലും ഇന്നത്തെയുള്ള ടേസ്റ്റ് എവിടെയും കിട്ടൂല എന്ന്. അതാണ് നമ്മുടെ ഷാലോം പീജിൻ്റെ ഫുഡ്. മറ്റന്നാൾ സൺഡേ റെഡി അല്ലേ പോവാണേ? കോണാജെ Sunday Konaje, full we are doing vlogs and yes. Just wait and see. We are gonna dance, we gonna reels. Yes, that day we are making so proud. Everybody is coming. Nitin bro, where are you going bro? Where are you? എവിടേക്കാ പോകുന്നേ? ഇങ്ങോട്ട് ഇരിക്കി, വാ. ഇതൊരു കുട്ടി വ്ളോഗാണ്, വാ. മോൾ കുള്ളേ ಬರ್ಬಾರಾ? ದೀಕ್ಷಿತ್ എവിടെയാണ്? റൂമിടല്ലേരാ? ഓക്കെ, ബൈ ബൈ, ടാടാ. ഹായ് ഗൈസ്, അപ്പോൾ എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ റൂമിലേക്ക് എത്തിയിട്ടുണ്ട്. എൻ്റെ വീഡിയോസ്, ഞാനിപ്പോൾ ഇട്ട വീഡിയോസ് എല്ലാവരും കാണുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യുക. എനിക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഗൈസ്.